ഹലോ മക്കളെ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും നിങ്ങളുടെ കരിയർ എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ കരിയർ നിങ്ങളിപ്പോൾ സ്വപ്നം കാണുന്നത് വലിയ രൂപത്തിലായിരിക്കും, അങ്ങനെ തന്നെ വേണം. അപ്പോൾ അതിന് നല്ല നല്ല ക്യാമ്പസിൽ നമ്മൾ കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ട കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ ക്യാമ്പസുകളായിട്ടുള്ള IIT-കൾ, NIT-കൾ, അതേപോലെ കുസാറ്റ്, ഐസർ, ഇങ്ങനെ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്യാമ്പസുകളിലൊക്കെ പഠിച്ചിറങ്ങിയാൽ അതിനനുസരിച്ച് നമ്മുടെ കരിയറും അത്രത്തോളം ഡെവലപ്പ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു രീതിയിലേക്കൊക്കെ നമുക്ക് എത്തണമെങ്കിൽ JEE പോലെയുള്ള, NEET പോലെയുള്ള ടോപ്പ് ലെവൽ എക്സാമുകൾ, നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് എക്സാമുകളുണ്ട്. ആ എക്സാമുകൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ക്ലാസ് 11, ക്ലാസ് 12 നമ്മൾ സയൻസ് എടുത്തുകൊണ്ട് ആ സയൻസ് എടുത്തിട്ട് നല്ല പ്രോപ്പറായി പഠിച്ചുകൊണ്ട് പിന്നീട് എൻട്രൻസ് എഴുതുക എന്നുള്ളതാണ്. എന്നാൽ പല കുട്ടികളും ഈ +1, +2 അല്ലെങ്കിൽ ക്ലാസ് 11, ക്ലാസ് 12 കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുക. അത് ശരിക്കും നല്ലൊരു പ്ലാൻ അല്ല. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് 12 കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പഠിക്കാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ചുറ്റുപാടുള്ളൊരു ഏരിയയിൽ നമ്മൾ പഠിക്കാൻ എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഗൈഡ് ചെയ്യുന്ന ടീച്ചേഴ്സ് അത്രയും എക്സ്പീരിയൻസ്ഡ് ആവുക എന്നുള്ളത് കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ സൈലം അതിന് തയ്യാറാണ്. സൈലത്തിൻ്റെ നമ്മളുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളൊക്കെ അത്യധികം ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത്രയധികം റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് തെളിവുകൾ ഇഷ്ടം പോലെ നിങ്ങളുടെ സീനിയേഴ്സ് നമുക്കുണ്ട് ഇവിടെ. അപ്പോൾ ഈ വരുന്ന ജനുവരി 18-ാം തീയതി നിങ്ങൾക്കൊരു പക്ഷേ സൈലം സ്കൂളിൽ ഫ്രീ ആയി വരെ പഠിക്കാൻ ചാൻസ് കിട്ടുന്ന ഒരു നെക്സ്റ്റ് എക്സാം വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. എന്തായാലും ഈ ജനുവരി 18-ാം തീയതി വരുന്ന നമ്മുടെ നെക്സ്റ്റ് എക്സാമിൽ കെമിസ്ട്രി ഒരു ഇമ്പോർട്ടൻറ്റ് വിഷയമാണ്. നിങ്ങൾ ഇനി മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുകയാണെങ്കിലും എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകുകയാണെങ്കിലും സയൻസ് എടുത്തോ കെമിസ്ട്രി നിർബന്ധമായിട്ടും ഏതൊരു എക്സാമിലും ഉണ്ടാവും. അപ്പോൾ ഈ നെക്സ്റ്റ് എക്സാമിൽ എന്തായിരിക്കും നമ്മുടെ കെമിസ്ട്രി സിലബസ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ നമ്മുടെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, അതേപോലെ തന്നെ ആറ്റം മോഡൽസ്, ആറ്റം തിയറീസ് ഒക്കെ ഉണ്ടല്ലോ, ഡാൾട്ടൺ തിയറീസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് തിയറീസ്, അതേപോലെ നമ്മുടെ റൂദർഫോർഡിൻ്റെ മോഡൽ, ബോർ മോഡൽ തുടങ്ങിയിട്ടുള്ള ആറ്റം മോഡലുകളൊക്കെ ആയിരിക്കും. അതിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഇനി അതുപോലെ തന്നെ മാറ്ററാണ്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അഥവാ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതിൻ്റെ ഓരോരോ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. പിന്നെ നമ്മളുടെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആണ്. തീർച്ചയായിട്ടും മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസും ഒക്കെ പഠിക്കുന്ന സമയത്ത് മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ഒരുപാട് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് കെമിക്കൽ റിയാക്ഷൻസ്, ഇപ്പോൾ മെറ്റൽസിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൊണോറിറ്റി, ഡക്റ്റിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ആ ഭാഗത്തു നിന്നുണ്ടാവുക. പിന്നെ മറ്റൊന്ന് റിഡോക്സ് റിയാക്ഷൻ ആണ്. നമുക്കൊക്കെ അറിയാം, ഓക്സിഡേഷൻ, റിഡക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ, ആ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ കാർബൺ അയൺസ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു മെഗാ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിന്ന്, അതായത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഒപ്പം പോളിമേഴ്സ്, അതേപോലെ തന്നെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, അതൊരു ചെറിയ ഏരിയ ആണെങ്കിൽ കൂടി നല്ല നല്ല ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിൾ, അതുമായിട്ടുള്ള ഓരോരോ കാലഘട്ടത്തിലുള്ള പീരിയോഡിക് ടേബിൾ, ഇപ്പോൾ ട്രയാഡ്സ്, അതേപോലെ തന്നെ ലോ ഓഫ് ഒക്ടേവ്, ഓക്കെ, പിന്നെ മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ, ഇതിൽ നിന്നുള്ളൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് വരുന്ന മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് മക്കളെ ആസിഡ് ബേസ് സാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആസിഡ്, ബേസ്, സാൾട്ട് മൂന്നെണ്ണത്തിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതിൻ്റെ റിയാക്ഷൻ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഒക്കെ പഠിച്ചു വെക്കുക. ഇത്രയാണ് നമ്മളുടെ ഏരിയ ഉള്ളത്. അപ്പോൾ മക്കളെ, നല്ല പ്രോപ്പറായിട്ട് നിങ്ങൾ സ്റ്റഡി നടത്തി പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങളായിരിക്കും ഈ എക്സാമിൽ ഫസ്റ്റ് റാങ്ക് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു, 100% വരെ ഫീ നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ സൈലൻസ് സ്കൂളുകളിൽ പഠിക്കാം. സൈലൻസ് സ്കൂളിൻ്റെ പ്രത്യേകത പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അതൊരു പക്ഷേ നിങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കേണ്ട താമസം ഉണ്ടാവുള്ളൂ. അവിടുത്തെ എക്സ്പീരിയൻസ് അത്രക്കും കിടിലാണ്. ആ മക്കളെ, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു QR നോക്കിയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഈ എക്സാം നിങ്ങൾ എഴുതുക. നിങ്ങളുടെ അടുത്ത ലൊക്കാലിറ്റിയിൽ തന്നെ നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മക്കളെ, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് എഴുതുക. പ്രിപ്പയർ ചെയ്യാതെ എഴുതിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് എക്സാം എഴുതാം, സൈലൻസ് സ്കൂളിൽ വന്ന് പഠിക്കാം, നമ്മുടെ കരിയറൊക്കെ അടിപൊളിയാക്കാം. ഓക്കെ, സെറ്റ്.